തൃശൂർ CCTV വിദ്യാഭ്യാസ പുരസ്കാര വിതരണം വനമന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തത്സമയ ദൃശ്യത്തിലേക്ക്. ഞാൻ ആ കുട്ടിയെ കാണാൻ പോയിരുന്നു. വലിയ കുന്ന് കയറി വേണം പോകാൻ. ശരിയായ വഴി പോലുമില്ല. ഒരു നടവഴി, പണ്ടുണ്ടല്ലോ ഒരു നടപ്പാത എന്ന് പറയുന്ന, പാടയല്ല, ഒരു നടന്നുണ്ടാക്കുന്നൊരു വഴിയുണ്ടല്ലോ സ്ഥിരമായിട്ട് നടക്കുമ്പോൾ. സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. അവിടെ എത്തി ഞാൻ 2 മിനിറ്റ് ഇരുന്നു. ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പ്രയാസങ്ങൾ ചവിട്ടി കയറിയാണല്ലോ, ചവിട്ടി ഇറങ്ങിയാണല്ലോ ഇവിടെ എത്തിയത്. അപ്പോൾ ഇതാണ് നിങ്ങൾ വന്ന വഴി. നിങ്ങളൊരു ജില്ലാ കളക്ടറാകുമ്പോൾ, നിങ്ങളൊരു ഗവൺമെൻറ് സെക്രട്ടറി ആകുമ്പോൾ, നിങ്ങൾ ഉത്തരവാദപ്പെട്ടൊരു ഉദ്യോഗസ്ഥനാകുമ്പോൾ ഈ വഴികൾ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളോടും എനിക്ക് പറയാനുള്ളതാണ്. നിങ്ങളുടെ രക്ഷിതാക്കൾ, അച്ഛനും അമ്മയും വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് നിങ്ങളെ വിദ്യാലയത്തിലേക്ക് അയക്കുന്നത്. ആ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് ഉയരാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ പുതിയ പ്രവണതകൾ ശക്തിപ്പെട്ടു വന്നിട്ടുണ്ട്. നിങ്ങളുടെ വിദ്യാലയ പരിസരത്ത് നിങ്ങൾ വരുന്ന വഴികളിൽ പതിയിരിക്കുന്ന അപകടങ്ങളുണ്ട്. അതിലേറ്റവും ഭീകരമായ അപകടം ലഹരി മരുന്നുമായി ബന്ധപ്പെട്ടതാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് നമ്മൾ സമയം കണ്ടെത്തണം. പിന്നീട് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അവിടെയെല്ലാം നേരിൻ്റെ വഴിയെ സഞ്ചരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. എനിക്ക് സന്തോഷമുണ്ടായത്, ഞാനിവിടെ വന്നപ്പോൾ ഈ ബദരി സ്കൂളിൻ്റെ മാനേജറും പ്രിൻസിപ്പളും എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു വിദ്യാവനമുണ്ട്. വലിയ സന്തോഷം തോന്നി. അപ്പം ഞാൻ ഇന്നെനിക്ക് നേരമില്ല. ഞാൻ പറഞ്ഞത്, ഇനിയൊരു ദിവസം കുന്നംകുളം വഴി പോകുമ്പോൾ രാജമാഷൊക്കെ ഇവിടെ ഇരിക്കുന്ന എന്നെ ഓർമ്മിപ്പിക്കണം, എനിക്കതൊന്ന് കാണാൻ ഞാൻ വീണ്ടും ഇവിടെ വരും. മാഷ് കേട്ടില്ല. അപ്പോൾ എന്നോടൊന്ന് പറഞ്ഞു തരണം, ഇനി ഒരിക്കൽ വരുമ്പോൾ എനിക്കൊന്ന് കാണണം. എന്തുകൊണ്ടാണ്? ഇന്നത്തെ നമ്മുടെ സ്ഥിതി എന്താണ്? ഇത് മഴക്കാലമാണ്. മഴയുണ്ട്, മഴയില്ല. നമ്മുടെ സമുദ്രമേഖലകളിൽ വിവിധ തരം ചുഴികൾ ഉണ്ടാകുകയാണ്. ചക്രവാക ചുഴികൾ ഉൾപ്പെടെയുള്ള ചുഴികൾ. കടൽ തിരമാലകൾ കൊണ്ട് തിരമാലകൾ 6, 8, 10 മീറ്റർ ഉയരത്തിലെത്തുകയാണ്. ഒരു കണക്ക് പറയുന്നത്, അല്പം കഴിഞ്ഞാൽ നമ്മുടെ സമുദ്രത്തിലെ ജലനിരപ്പ് 6 മീറ്റർ എങ്കിലും ഉയരത്തിലുണ്ടാകുമെന്നാണ്. അതിൻ്റെ അർത്ഥം ഈ കുന്നംകുളം കടലാണ് എന്നാണ്. ഇത് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടായിട്ടുള്ള ഒന്നാണ്. പ്രകൃതിയെ ആവശ്യത്തിലധികം ചൂഷണം ചെയ്ത് മനുഷ്യൻ സ്വയം വരുത്തിവെച്ച വിനയാണിത്. ആ വിപത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു മാർഗമേ ഉള്ളൂ: കാടുകളെ സംരക്ഷിക്കുക, നമ്മുടെ പച്ചപ്പ് നിലനിർത്തുക. അതിൻ്റെ ഭാഗമായി വനം വകുപ്പ് ആവിഷ്കരിച്ച ഒരു പരിപാടിയാണ് വിദ്യാവനം എന്ന പരിപാടി. മിക്കവാറും സ്കൂളുകളിലൊക്കെ അത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിദ്യാർത്ഥി ഒരു മരമെങ്കിലും നട്ട് വളർത്തണം. അതിൻ്റെ ഒരു അപേക്ഷയാണ്, സ്വാർത്ഥതയാണ്. വനം വകുപ്പ് മന്ത്രിയുടെ ഒരു സ്വാർത്ഥത, ഒരു മരമെങ്കിലും നടണം. അങ്ങനെ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കണം. അന്തരീക്ഷ മലിനീകരണം, മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ നഗരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെയർമാനോട് എൻ്റെ അഭ്യർത്ഥനയാണ്, ആ
സെക്ടറിനെ മാലിന്യമുക്ത സെക്ടറാക്കി മാറ്റാൻ വേണ്ടി തൃശൂർ CCTV വിദ്യാഭ്യാസ പുരസ്കാര വിതരണം വനമന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്.